മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്കെ ട്രാവൽ ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓട്ടം ഉണ്ടായിരുന്നു, പേഴ്സണൽ ഓട്ടം. ഒരു എയർപോർട്ട്, പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ 2 ഓട്ടം കഴിഞ്ഞു. 2 ഓട്ടമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി നേരെ സർവീസിന് കയറ്റാം. വരുന്ന വഴി കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് നേരത്തെ വിശപ്പടിച്ചു. അപ്പോൾ അതുകൊണ്ട് വരുന്ന വഴി പാപ്പനംകോട് കയറി കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി നേരെ നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ പോവുകയാണ്. വണ്ടി സർവീസ് ചെയ്യുന്നത് ഞാൻ പുറത്തോടത്താണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സ്പെയർ പാർട്സൊക്കെ നമ്മൾ വാങ്ങി, ഇന്നലെ തന്നെ വാങ്ങിച്ചു. മാരുതി ജെനുവിൻ പാർട്സ് കിള്ളിപ്പാലം അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഓയിൽ ഫിൽട്ടർ, AC ഫിൽട്ടർ, എയർ ഫിൽട്ടർ, ഇത് 3 വാങ്ങിച്ചു. പിന്നെ ഓയിൽ ഇവിടെ നമ്മുടെ കടയിലുണ്ടാവും. അപ്പോൾ നേമത്തുനിന്ന് സ്റ്റുഡിയോ റോഡാണ് കയറേണ്ടത്. നമ്മളിപ്പോൾ നേമം എത്തി. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് സ്റ്റുഡിയോ റോഡ് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് റൈലിലേക്ക് തിരിയണം. അവിടെയാണ് സർവീസ് സെൻറ്റർ. അത് പറഞ്ഞാൽ കുറച്ചങ്ങ് ഉള്ളിലോട്ടാണ്, ഒരു വയലിങ്കര എന്ന് വേണമെങ്കിൽ പറയാം. നിറച്ച് പാടമാണ് അവിടെ. വാഴക്കൃഷി, നെൽകൃഷി ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, പക്ഷെ നിറച്ച് വാഴയുണ്ട്. വാഴക്കൃഷി നിറച്ചുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ പോയാൽ വർക്ക്ഷോപ്പ് തുറന്ന ഉടനെ തന്നെ നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞ് ഇന്ന് വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ് ഒക്കെ നോക്കണം. അപ്പോൾ അത് നെയ്യാറ്റിൻകരയാണ് ചെയ്യുന്നത്, MRF-ൽ. അപ്പോൾ അതും ചെയ്ത്, പിന്നെ വണ്ടിക്കൊരു വാഷിംഗ് ഉണ്ട്. വാഷിംഗ് പറ്റുകയാണെങ്കിൽ ഞാൻ കൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു പയ്യൻ വന്ന് വണ്ടി എടുത്തോണ്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സർവീസ് സെൻറ്ററിലോട്ടുള്ള കയറുമ്പോഴുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ഒരു വണ്ടിക്ക് കഷ്ടി പോവാ, ഒരു കാറ് ഒരു ബൈക്ക് കഷ്ടി പോവാന്നുള്ള ഒരു റോഡാണ്. എൻട്രി അങ്ങനെയാണ്, ഭയങ്കര ഞെരുക്കമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വിശാലത ഉണ്ട്. ഇവിടെയൊക്കെ മുൻപ് ഭയങ്കര മോശമായിരുന്നു. കുറച്ച് നാളായി ഇവിടെ ഈ ഇന്റർലോക്കൊക്കെ ഇട്ടിട്ട്. 2 പൂച്ചകൾ. ഈ ഇട സൈഡ് ഫുള്ള് കൃഷിയിടമാണ്. വാഴയും തേക്കും എല്ലാം നിൽപ്പുണ്ട്. ഇവിടെ അങ്ങോട്ട് റോഡ് അല്പം മോശം. പിന്നെ സർവീസ് സെൻറ്റർ കുറച്ചങ്ങ് ഉള്ളിലോട്ടാണെങ്കിലും അവിടെ വണ്ടികൾ ഒരുപാടുണ്ട്. പുള്ളി ടൊയോട്ടയുടെ എക്സ്പെർട്ടാണ്. കൂടുതലും എപ്പോഴും അവിടെ ചെന്നാൽ ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് കൂടുതലും. എന്ന് കരുതി മറ്റ് വണ്ടികൾ ചെയ്യൂലെന്നല്ല, ചെയ്യും. എന്നാലും കൂടുതലും ടൊയോട്ട വണ്ടികളാണ് അവിടെ വരുന്നത്. കണ്ടോ, 2 സൈഡും വാഴക്കൃഷിയാണ്. നടുക്കൂടെ ഒരു കോൺക്രീറ്റ് റോഡ്. പണ്ട് ഈ റോഡിൽ കൂടിയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ അണ്ണൻ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന്. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് കിടന്നത് റോഡ്. പിന്നെ ഇപ്പോൾ പുള്ളി വേറെ റൂട്ട് എടുത്താണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. വേറൊരു ഓഫ് റോഡുണ്ട് വണ്ടി. ഇത് ഫുൾ ഓഫ് റോഡായിരുന്നു.
ഏതാണ്ട് ഷോപ്പ് എത്താറായി. ഇപ്പം ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പുള്ളി ഓഫ് റോഡ് ഓടിച്ച് നോക്കുന്നത്. ഇവിടെയൊക്കെ ടാറിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇട സൈഡെല്ലാം വാഴ കൃഷിയാണ്, അത് ഫുള്ള് വയലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ലൊക്കേഷനിലെത്തി. വണ്ടികളൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. എന്നാലും രാവിലെ തന്നെ വർക്ക്ഷോപ്പ് തുറന്നു, വണ്ടികൾ നിറച്ച് കിടപ്പുണ്ട്. ഒരു സേഫ്റ്റി എന്ന നിലയ്ക്ക് നമുക്ക് അകത്ത് കയറ്റിയിടാം. കാരണം വെളിയിൽ കൂടെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ വന്നാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സർവീസ് സെൻ്ററിലെത്തി. പിന്നെ വണ്ടി സർവീസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടി സർവീസിങ്ങിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് സർവീസ് സെൻറ്റർ. ഇവിടെയും വണ്ടികൾ കിടപ്പുണ്ട്, അപ്പുറത്തും വണ്ടികൾ കിടപ്പുണ്ട്, ബാക്കിലും വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം വണ്ടികൾ കൂടുതലാണ്. ഇവിടെ നിസാൻ്റെ മൈക്ര ഉണ്ട്, ഷെവർലെറ്റ് കിടപ്പുണ്ട്, ഒരു ബെലന കിടപ്പുണ്ട്, വാഗണർ കിടപ്പുണ്ട്, ഒരു ഫോർച്യൂണർ കിടപ്പുണ്ട്. അപ്പോൾ വണ്ടികളുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി റാമ്പിൽ കയറ്റി, ഓയിൽ മാറി, ഓയിൽ ഫിൽറ്റർ മാറി, എയർ ഫിൽറ്റർ മാറി, AC ഫിൽറ്റർ മാറി. ഇപ്പോൾ ഇട സൈഡ് ബാക്ക് ടയറ് അഴിച്ച് അതിൻ്റെ ഡ്രമ്മൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാണ്, നിറച്ച് പൊടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് കിട്ടി. ഓയില് മാറി, ഓയിൽ ഫിൽറ്റർ മാറി, AC ഫിൽറ്റർ മാറി, എയർ ഫിൽറ്റർ മാറി. അങ്ങനെ എല്ലാ ഫിൽറ്ററും ഓയിലൊക്കെ മാറി. കൂളൻ്റൊക്കെ ചെക്ക് ചെയ്തു, ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ടോപ്പപ്പ് ചെയ്തു, കൂളൻ്റ് ടോപ്പപ്പ് ചെയ്തു. ബാറ്ററി ചുമ്മാ ഒന്ന് ഇളക്കി നോക്കി, ബാറ്ററിയിൽ വാട്ടർ ലെവലൊക്കെ നോക്കി. അങ്ങനെ ഒരു ഓൾറൗണ്ട് ചെക്കപ്പും പിന്നെ ഓൾറൗണ്ട് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു. ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടയർ അലൈൻമെൻറ്റ്, റൊട്ടേഷൻ, ബാലൻസിങ്. ഇനി ആ ഒരു പരിപാടി കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഒരു ഫുൾ വാഷിന് കയറ്റണം. അപ്പോൾ അതോടെ ആകുമ്പോൾ ഇന്നത്തെ കോട്ട കഴിയും. അപ്പോൾ നമുക്കിനി നേരെ നെയ്യാറ്റിങ്കരയിലോട്ട് പോകണം. അവിടെയാണ് ഇനി ബാക്കി വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്, പിന്നെ ഹൈവേയിൽ ആണ് നമുക്ക് സ്ഥിരം വാഷിംഗ് കേന്ദ്രം. അവിടെ കൊണ്ട് ഒരു ഫുൾ ബോഡി വാഷ്. അങ്ങനെ നമ്മളിപ്പോൾ നേമം എത്തി. നേമല്ല, വെള്ളയാണി എത്തി. വെള്ളയാണി സിയറ്റിൻ്റെ സ്റ്റെപ്പിനുള്ള റിമ്മ് കാണാൻ നല്ല രസമുണ്ട്. പണ്ടൊക്കെ വീട്ടിൽ ക്രിസ്മസിന് കെട്ടുന്ന സ്റ്റാർ പോലെ ഇരിപ്പുണ്ട്. PLATI, പ്ലാറ്റി. കൊള്ളാം. വണ്ടി അത്യാവശ്യം ഓൾട്ടർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സിയറ്റിൻ്റെ നല്ല അടിപൊളി ടയറാണ്. ഏതാ
ക്രോസ് ഡ്രൈവ്, സിയറ്റിൻ്റെ ക്രോസ് ഡ്രൈവാണ് ടയറ്. എന്താ നമുക്ക് സിഗ്നൽ ലൈൻ നമുക്ക് പോവാം. അത് വലത്തോട്ട്, നമ്മൾ ഇടത്തോട്ട്. ആ പോകുന്ന KSRTC ബസ് ആറ്റിങ്ങൽ ഡിപ്പോയിലുള്ളതാണ്. അത് നാഗർകോവിൽ പോകുന്ന വണ്ടിയാണിപ്പോൾ. ഇനി ആറ്റിങ്ങൽ നാഗർകോവിൽ ട്രിപ്പാണോന്ന് പറഞ്ഞുകൂടാ. ആറ്റിങ്ങൽ, ട്രിവാൻഡ്രം, നാഗർകോവിൽ. എന്തായാലും ഓയിലൊക്കെ മാറിയപ്പോൾ വണ്ടി നല്ല സൈലൻ്റായി. AC ഫിൽട്ടർ മാറിയപ്പോൾ നല്ല കൂളിംഗ് ഒക്കെ ആവുന്നുണ്ട് വണ്ടിക്കകം. എയർ ഫിൽറ്ററിലും AC ഫിൽറ്ററിലൊക്കെ നല്ല പൊടിയായിരുന്നു. ചുമ്മാ ഒന്ന് ഊതിയാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു തട്ട് കൊടുത്താൽ മതി, പൊടി ഇങ്ങനെ ബുമ്മെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അത്രയ്ക്ക് പൊടിയായിരുന്നു. AT 392 ആറ്റിങ്ങൽ വണ്ടി. നമ്മളെ നേമം കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് 7 പോകുന്നുണ്ട് വിത്ത് 2 എസ്കോർട്ടുമായിട്ട്. AC 2-ലിട്ടപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. അങ്ങനെ നമ്മൾ പ്രാവച്ചമ്പലം എത്തി. ഇവിടെ സിഗ്നലൊക്കെ കുറേ നാൾ വർക്കിംഗ് അല്ലായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റിലോട്ടുള്ളത് മാത്രം കത്തുന്നുണ്ട്, വേറെ ഒന്നും കത്തുന്നില്ല. എന്നിരുന്നാലും എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പച്ച കത്തുമോ ഇല്ലയോ ഒന്ന് നോക്കാം. പച്ചയും കത്തിയില്ല, ചുവപ്പും കത്തിയില്ല, ഓറഞ്ചും കത്തിയില്ല. ഇടത്തോട്ടുള്ളത് മാത്രം കത്തി കിടപ്പുണ്ട്. വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അതും കൊള്ളാം, നമുക്കും പോവാം. നമ്മൾ പള്ളിച്ചൽ ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് റൈറ്റ് കയറി പോകുന്നതാണ് വിഴിഞ്ഞം. നമ്മൾ വെളിയച്ചാങ്കോവിലെത്തി. ഇവിടെ നമ്മൾ വന്നപ്പോൾ നമുക്ക് സിഗ്നല് ഗ്രീൻ കത്തി. അന്തരീക്ഷം വലിയ വെയിലൊന്നും പറയാനില്ല. അത്യാവശ്യം മൂടലുണ്ട്, മഴക്കാറ് കയറുന്നുമുണ്ട്. രാവിലെ കുറച്ച് നേരം വെയിലുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് ചെറിയ തണുത്ത കാറ്റും കാർമേഘമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബാലരാമപുരം അടുക്കാറായി. അങ്ങനെ നമ്മൾ ബാലരാമപുരം ജംഗ്ഷൻ എത്തി. ചെറിയ ട്രാഫിക് ഉണ്ട്. നമ്മൾ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. റൈറ്റിലോട്ട് പോയാൽ വിഴിഞ്ഞം, ലെഫ്റ്റിലോട്ട് പോയാൽ കാട്ടാക്കട.
നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞു. അത്യാവശ്യം തിരക്കുണ്ട്, ട്രാഫിക് ഉണ്ട് ഇവിടെ. ബാലരാമപുരം എന്ന് പറഞ്ഞാൽ കൈത്തറിക്ക് പേര് കേട്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് റൈഡിലേക്കാണ് തെരുവ്. കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. നമുക്ക് നേരെ നെയ്യാറ്റിൻകരയ്ക്ക് വിടാം. നമ്മളങ്ങനെ വഴിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ വഴിമുക്കിൽ ഓണം പ്രമാണിച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ വന്നു തുടങ്ങി. ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് റൈറ്റ് സൈഡിൽ കണ്ടത്. അവിടെ ഇരുന്ന് രാത്രിയാണ് സർവീസ്, ഫുഡൊക്കെ കഴിക്കാം. ഇടേ സൈഡ് ഒരു കുഴിമന്തി കടയുണ്ട്. മൂടെന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഇടത് സൈഡാണ് പണ്ട് ആറാലുമൂട് ചന്ത. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആറാലുമൂട് ചന്ത കൂടുന്ന സ്ഥലം. വെളുപ്പിന് ഒരു 3 മണി 4 മണിക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ 2 സൈഡ് റോഡും എല്ലാം. കൂടുതലും പച്ചക്കറിയും എല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. ബാലരാമപുരം ജംഗ്ഷൻ ബ്ലോക്ക് ആകുന്നതിനേക്കാളും ബ്ലോക്ക് ആകും ഇവിടെ. ഒരുപാട് ചെറുകിട കച്ചവടക്കാരും എല്ലാവരും വന്ന് സാധനം ഹോൾസെയിലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരിടമാണത്. നെയ്യാറ്റിൻകരയായി. മൂന്നല്ലുമൂട് കഴിഞ്ഞു. ഇവിടെ CNG ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഒന്ന് കയറി അടിച്ചിട്ട് പോവാം. ഇന്നിനി വല്ല ഓട്ടമോ നാളെ വല്ല ഓട്ടമോ വന്നാൽ ഓടാൻ വേണ്ടേ. ഇവിടെ മുട്ടൻ ക്യൂവാ. അവിടെ കിടക്കട്ടെ. ഈ പമ്പിൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഒരൊറ്റ ക്യൂവേ ഉള്ളൂ. കാറിന് വേണ്ടി പ്രത്യേകം, ഓട്ടോയ്ക്ക് വേണ്ടി പ്രത്യേകം എന്നിടില്ല. എല്ലാത്തിനും കൂടെ ഒറ്റ ക്യൂ. പക്ഷേ ഉരുട്ടമ്പലം നമ്മളെ കാട്ടാക്കട പോകുന്ന വഴിക്ക് അവിടെ ഒരു പമ്പുണ്ട്. അവിടെ പക്ഷേ മാന്യത കാണിക്കുന്നുണ്ട് അവർ. കാരണം ഒരു 3 or 4 അല്ലെങ്കിൽ ഒരു 5, മാക്സിമം ഒരു 5 ആട്ടോ ചെറുപറ അവർ ഫില്ല് ചെയ്ത് വിട്ടിട്ട് 1-2 കാർ അവർ പരിഗണിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആട്ടോയുടെ ബാക്കിലായാലും കാറിൻ്റെ ബാക്കിലായാലും 5 ആട്ടോ ആണെങ്കിലും 10 ആട്ടോ ആണെങ്കിലും അതിൻ്റെ ബാക്കിൽ തന്നെ കിടക്കണം. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് CNG അടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒറ്റ ക്യൂ ആയതുകൊണ്ടാണ്. മറിച്ച് അവർ 2 ക്യൂ വച്ചിരുന്നെങ്കിൽ കാറിന് പ്രത്യേകം ഓട്ടോയ്ക്ക് പ്രത്യേകം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടിക്കാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. അങ്ങനെ നമ്മൾ നെയ്യാറ്റിൻകര മാർക്കറ്റ് ജംഗ്ഷൻ എത്തി. TB ജംഗ്ഷൻ. ഇവിടെ റൈറ്റ് സൈഡൊക്കെ മാർക്കറ്റാണ്. ഇവിടെ ഒരു കച്ചവട ഏരിയയാണ് ഈ സൈഡെല്ലാം. അങ്ങനെ നമ്മൾ ആലുമൂട് ജംഗ്ഷനിലെത്തി. നെയ്യാറ്റിൻകര മെയിൻ ജംഗ്ഷന് മുമ്പുള്ള ഒരു
വലിയ ജംഗ്ഷനാണ് ആലുംമൂട്. ഈ വലത് സൈഡ് നിൽക്കുന്നതാണ് വലിയൊരു ആല്. അതുള്ളത് കൊണ്ടാണ് ഇവിടെ ആലുംമൂടെന്ന് പേര് വീണത്. ഇതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടുന്ന് അടുത്തോട്ട് പോകുന്നതാണ് കോടതി, നെയ്യാറ്റിൻകര കോടതി. ഇതാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന മെയിൻ സ്ഥലം. വലത്തോട്ട് പോകുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഈ വലത് സൈഡ് കാണുന്നതാണ് അക്ഷയ കോംപ്ലക്സ്. ഇവിടെ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട്. ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയി തുടങ്ങുന്നു ഇവിടെ എല്ലാം. ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്. കാർ എങ്ങോട്ടാണ് തിരിയുന്നതിന് ഇൻഡിക്കേറ്റർ പോലും ഇല്ല. വോൾസ്വാഗൺ വെന്റോ. എന്തായാലും നമുക്ക് ഇനി നമ്മൾ നേരെ MRFന്റെ ടയർ ഷോറൂമിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ MRFന്റെ ഷോറൂമിലെത്തി. വേറെ വണ്ടികളൊന്നുമില്ല, ഭാഗ്യം. എന്തായാലും നമുക്ക് പരിപാടി ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളെ വണ്ടി ഇങ്ങനെ വീൽ അലൈൻമെൻറ്റ്, ബാലൻസ്, റൊട്ടേഷനൊക്കെ ചെയ്യാൻ വേണ്ടി പൊക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വണ്ടി പണിയൊക്കെ കഴിഞ്ഞു, താഴോട്ട് ഇറക്കുകയാണ്. ഇനി അലൈൻമെൻറ്റ് നോക്കണം. വീൽ റൊട്ടേഷനും ബാലൻസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീൽ അലൈൻമെൻറ്റ്, റൊട്ടേഷൻ, ബാലൻസിങ് എല്ലാം കഴിഞ്ഞു. ഒരു ടയർ മാത്രം, ഒരു സൈഡ് ചെറിയൊരു തേയ്മാനമുണ്ട്. അത് ചേഞ്ച് ചെയ്തിട്ടു, അത് തിരിച്ചിട്ടു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പം നല്ല മഴ കറുത്ത് വരുന്നുണ്ട്. മഴമേഘം കയറി. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് വാഷിങ്ങിൻ്റെ അത് നോക്കാം, എങ്ങനെയാണെന്ന്. CNG അടിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഒന്നുകൂടെ നോക്കാം. തിരക്ക് കുറഞ്ഞാൽ അവിടെ നിന്ന് അടിച്ചിട്ട് പോവാം, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോവാം. ഫ്രണ്ട്സ്, ഇവിടെ നെയ്യാറ്റിൻകര അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഉച്ചയായിട്ട് പോലും നല്ല ബ്ലോക്കാണ് ഇവിടെ. നാഗർകോവിൽ ബസ്സൊക്കെ പോകുന്നു. CNG ബസ്സാണ് അതിപ്പോൾ. ഇപ്പോൾ തമിഴ്നാട് ബസ്സെല്ലാം നാഗർകോവിൽ, ട്രിവാൻഡ്രം ഓടുന്ന ബസ്സുകൾ ഇപ്പോൾ കൂടുതലും CNG ആണ് ഇനി ട്രിവാൻഡ്രം സൈഡിലോട്ട് വരുന്നത്. അതിൻ്റെ അടിയിൽ 3 or 4 സിലിണ്ടർ ഉണ്ട്, CNG ടാങ്ക്. അതെങ്ങനെയാണെന്നാണ് അതിൻ്റെ ഒരു CNGയിലോട്ട് കൺവെർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീം പറഞ്ഞത്. അവരതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
എവിടെ നോക്കിയാണോ എന്തോ ഈ ചേട്ടൻ വണ്ടി എടുക്കുന്നത്. ഫ്രണ്ട്സ്, നല്ല മഴയൊക്കെ കറക്കുന്നുണ്ട്. ആകാശമൊക്കെ നല്ല ഇരുണ്ട് കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പറയാൻ പറ്റില്ല. ഇത് കറുത്ത് ഇരുണ്ട് മൂടി വരും, അതുപോലെ വെളുത്തങ്ങ് പോകും. ഇപ്പം രാവിലെ തൊട്ട് ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ബ്ലോക്കിന് കുറവൊന്നുമില്ല. ഇങ്ങറ്റം വരെ ഒരു ചെറിയ വാഗണർ കിടപ്പുണ്ട്. ഇത്രയും വണ്ടികളുടെ പുറകെ വേണം നമുക്ക് നിൽക്കാൻ. അപ്പോൾ അതെന്തായാലും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് വണ്ടി വാഷിങ്ങിന് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്തു. വീട്ടിൽ കൊണ്ടിട്ടു. വാഷ് ചെയ്തതെന്ന് ഞാൻ പയ്യൻ വന്ന് എടുത്തുകൊണ്ട് പോയി അവൻ വാഷ് ചെയ്തിട്ട് കൊണ്ടിട്ടു. അപ്പോൾ ഇനി നാളെ 1-2 ചെറിയ ഓട്ടങ്ങളുണ്ട്. നാളെ കർക്കിടക വാവല്ലേ, ബലിയിടാൻ വേണ്ടിയുള്ള ഓട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിയെല്ലാം സൂപ്പറായി. അപ്പോൾ വീട്ടിൽ കയറി. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.